എല്ലാവർക്കും നമസ്കാരം. സി ബാങ്ക് എക്സാം ചാനലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷകൾ വളരെ ഭംഗിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2025 ഡിസംബർ 29-ാം തീയതിയാണ് ആദ്യഘട്ട പരീക്ഷയ്ക്ക് എക്സാം ഹാളിലേക്ക് പോയത്. തുടർന്ന് ജനുവരി മാസം 4-ാം തീയതിയും 11-ാം തീയതിയും 18-ാം തീയതിയും അതേപോലെ 25-ാം തീയതിയും പരീക്ഷകൾ നമ്മൾ എഴുതി മാറിയിരിക്കുകയാണ്. ഇനി നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞു പോയ 5 ഘട്ട പരീക്ഷകളുടെ ചോദ്യപേപ്പർ ഡീറ്റെയിൽഡായിട്ട് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയിട്ടാണ് നമ്മൾ തുടർന്ന് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഓരോ പരീക്ഷകൾ കഴിയുമ്പോൾ അതിൻ്റെ ചോദ്യപേപ്പർ കൃത്യമായിട്ട് ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തു പോകുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അത് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഫീഡ്ബാക്ക് കിട്ടിയതിൻ്റെ ആ ഒരു സജഷൻ്റെ പുറത്താണ് നമ്മൾ സ്ഥിരമായിട്ട് ഓരോ ആഴ്ചകളിൽ നടക്കുന്ന പരീക്ഷകളുടെ മാത്സിൻ്റെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പരീക്ഷാ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഡിസംബർ മാസം 29-ാം തീയതി പരീക്ഷ എഴുതിയതുപോലെ ആയിരുന്നില്ല ഈ പറയുന്ന ജനുവരി മാസം 25-ാം തീയതി പരീക്ഷ എഴുതിയത്. ഒരുപാട് മാറ്റങ്ങളുണ്ട് മാത്സിനകത്ത്. അവിടെ ആദ്യം നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പോയ സമയത്ത് ഒരു 2 ഘട്ട പരീക്ഷകളിലെ 4 മാത്സിൻ്റെ ചോദ്യങ്ങളും 6 റീസണിങ്ങിൻ്റെ ചോദ്യങ്ങളുമായിരുന്നു. പിന്നീട് നടന്ന 2 ഘട്ട പരീക്ഷകളിലെ 6 മാത്സിൻ്റെ ചോദ്യങ്ങളും 4 റീസണിങ്ങിൻ്റെ ചോദ്യങ്ങളുമാണ് കഴിഞ്ഞത്. ഇനി നമ്മൾ 25-ാം തീയതിയിലെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോയാൽ റീസണിങ്ങിന് വലിയ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അധ്യാപകൻ ചോദ്യപേപ്പർ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഈ ഒരു ട്രെൻഡ് തുടർന്ന് അങ്ങോട്ട് ആവർത്തിക്കാനാണ് സാധ്യത വളരെ കൂടുതൽ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാ ചാപ്റ്ററുകളും നോക്കണം. ഒരു പരിധിയിൽ കൂടുതൽ ഡെപ്തിൽ ചോദ്യങ്ങൾ വരുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ആ ചോദ്യപേപ്പർ നിങ്ങൾ എടുത്തു പഠിക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് പരീക്ഷ നല്ല രീതിയിൽ നിങ്ങൾ എഴുതി മുമ്പോട്ട് പോവുകയാണ്. ഒരു പരീക്ഷയിൽ ഒരല്പം മാർക്ക് കുറവാണെന്ന് കരുതി നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഒരിക്കലും ഇൻറ്റൻസിറ്റി കുറവ് വരാൻ പാടില്ല. എടാ കുഞ്ഞുങ്ങളെ, ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്, ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ പരാജയപ്പെടുവാനുള്ള മനസ്സുകൂടി നിങ്ങൾ കാണിക്കുമ്പോഴാണ് അവസാനം വിജയത്തിലേക്ക് എത്തുന്നത്. അല്ലാതെ നിങ്ങളൊരു പരീക്ഷ എഴുതി പെട്ടെന്ന് അങ്ങ് വിജയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ 10-ാം ക്ലാസ്സിലെ പരീക്ഷയോ അല്ലെങ്കിൽ 9-ാം ക്ലാസ്സിലെ പരീക്ഷയോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ ഡിഗ്രി പരീക്ഷകളോ അല്ല. മത്സര പരീക്ഷകളെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ട് എക്സാം ഹാളിലേക്ക് പോവുകയാണ്. ചിലപ്പോൾ ആദ്യ പരീക്ഷകളിൽ നമുക്ക് മാർക്ക് കുറവായിരിക്കും. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കും. പക്ഷേ ഈ ഒരു കാലയളവിലൊക്കെ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് അവൻ്റെ മാർക്ക് കുറവോ അല്ലെങ്കിൽ പരാജയമോ അല്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, നമുക്കൊരു സപ്പോർട്ട് ഒരിക്കലും ഈ ഒരു മിഷനിൽ നമുക്ക് കിട്ടാറില്ല. നിങ്ങളെ വീട്ടുകാർ ഈ ഒരു പരീക്ഷാ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ എത്ര നാൾ വേണേലും പഠിച്ചോ, ജോലി കിട്ടുന്നിടം വരെ പഠിച്ചോ എന്ന് ആരും പറയത്തില്ല. സമൂഹം ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല. നിങ്ങളുടെ ഒരേ ഒരു ഇച്ഛാശക്തി അല്ലെങ്കിൽ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ മത്സര പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പരീക്ഷകളിൽ ഒരല്പം മാർക്ക് കുറവാണെന്ന് കരുതി നിങ്ങളുടെ ആഗ്രഹം ഒരിക്കലും നിങ്ങൾ ആ ഇൻറ്റൻസിറ്റിയിലെ കുറവ് വരാൻ പാടില്ല. നിങ്ങൾ നന്നായിട്ട് ആഗ്രഹിക്കുക, ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക. തീർച്ചയായിട്ടും ഒരു നാൾ നിങ്ങളെ വിജയം തേടി വരിക ചെയ്യും. നിങ്ങൾ ഒരുപാട് പരാജയപ്പെടുമ്പോഴാണ് ആ വിജയത്തിലേക്ക് എത്തുമ്പോൾ അത് ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്. നിങ്ങൾ ആദ്യ പരീക്ഷ എഴുതി വലുതായിട്ട് കഷ്ടപ്പെടാതെ അതിൻ്റെ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാതെ നമ്മൾ പെട്ടെന്ന് വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് ആസ്വദിക്കാൻ വലുതായിട്ട് ഒരു ഇൻറ്റൻസിറ്റി വരാറില്ല. അപ്പോൾ അതുകൊണ്ട് പരാജയപ്പെടുമ്പോൾ നിങ്ങൾ കൂടുതൽ ഇച്ഛാശക്തിയോടുകൂടി, കൂടുതൽ ദൃഢനിശ്ചയത്തോടു കൂടി
ആ പരീക്ഷയെ നേരിട്ടുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും നിങ്ങളോട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ 25-ാം തീയതി നടന്ന ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് ചോദിച്ച മാത്സിനകത്തെ 10 ചോദ്യങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് നോക്കാം. മക്കളെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓഡ് മാൻ ഔട്ട്. എടാ, ഓറഞ്ച് ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്. കാണുമ്പോഴേ നിങ്ങൾ പറയും ആൻസർ, സാറേ പൊട്ടറ്റോ അല്ലേ ആൻസർ, ബാക്കിയുള്ളതെല്ലാം ഫ്രൂട്ട്സ് അല്ലേ? ഓറഞ്ചും ആപ്പിളും ഗ്രേപ്സും ഫ്രൂട്ട്സ് ആണ്, പൊട്ടറ്റോ എന്ന് പറയുന്ന ഒരു വെജിറ്റബിൾ ആണ്, അതുകൊണ്ട് ഓപ്ഷൻ ഡി ആയിരുന്നു അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ പരിപാടി, സംഭവം കഴിഞ്ഞു. സോ സിമ്പിൾ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഓൺ എ ഗ്രൗണ്ട്, ഒരു ഗ്രൗണ്ടിലെ 5 കാർസ് ആർ പാർക്കിംഗ് ഇൻ എ റോ, ഒരു റോയിലാണ് പാർക്ക് ചെയ്യുന്നത്. ഓൾട്ടോ ഈസ് ദ റൈറ്റ് ഓഫ് സ്വിഫ്റ്റ് ആൻഡ് വാഗണർ ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് ക്രെസ്റ്റ ആൻഡ് റൈറ്റ് ഓഫ് ഓൾട്ടോ ആൻഡ് സ്വിഫ്റ്റ് ഈസ് ടു ദ റൈറ്റ് ഓഫ് ഹ്യുണ്ടായി. വിച്ച് ഓഫ് ദ കാർസ് ഈസ് ഇൻ ദ മിഡിൽ? നടുക്കുള്ളത് ഏത് കാറാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ നടുക്കുള്ള കാർ ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോൾ നാളെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മുടെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ കൈ എവിടെയാണോ അത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അല്ലെങ്കിൽ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പതിയെ പോകാവുന്നതാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വീണ്ടും ഒരു റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണടാ. സംഭവം സിമ്പിളാണ്. നമ്മുടെ ലീനിയർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റൈറ്റ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ വലത്തെ കൈ അങ്ങ് മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടത് കൈ, അത്ര മാത്രമേ ഉള്ളൂ. ഓൺ എ ഗ്രൗണ്ട്, ഒരു ഗ്രൗണ്ടിലെ 5 കാർസ്, 5 കാറുകൾ ആർ പാർക്കിംഗ് ഇൻ എ റോ, ഒരു റോയിലാണ് പാർക്ക് ചെയ്യുന്നത്. ഓൾട്ടോ ഈസ് ടു ദ റൈറ്റ് ഓഫ് സ്വിഫ്റ്റ്, ഓൾട്ടോ കിടക്കുന്നത് സ്വിഫ്റ്റിന്റെ റൈറ്റിലാണ്. ആൻഡ് വാഗണർ ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് ക്രെസ്റ്റ, വാഗണർ കിടക്കുന്നത് ക്രെസ്റ്റയുടെ ലെഫ്റ്റ് ആണ്. ആൻഡ് റൈറ്റ് ഓഫ് ഓൾട്ടോ, ഓൾട്ടോയുടെ റൈറ്റും ആണ്. ഓക്കെ. ആൻഡ് സ്വിഫ്റ്റ് കിടക്കുന്നത് റൈറ്റ് ഓഫ് ഹ്യുണ്ടായി, ഹ്യുണ്ടായിയുടെ റൈറ്റിലാണ്. വിച്ച് ഓഫ് ദ കാർ ഈസ് ഇൻ മിഡിൽ? നടുക്ക് കിടക്കുന്ന കാർ ഏതാണെന്നാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യനൊക്കെ വളരെ സിമ്പിൾ ചോദ്യം അല്ലേടാ? താണ്ടേ, അറിയാവുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് എഴുതിയാൽ മതി. ആദ്യം പറയുന്നത് ഓൾട്ടോ ഈസ് ടു ദ റൈറ്റ് ഓഫ് സ്വിഫ്റ്റ്. അപ്പൊ നമുക്ക് സ്വിഫ്റ്റ് എവിടെങ്കിലും വെക്കണം അല്ലേ? സ്വിഫ്റ്റ് എവിടെങ്കിലും വെച്ചതിന് ശേഷം ആ സ്വിഫ്റ്റിന്റെ റൈറ്റിൽ നിങ്ങൾ ആരെ കൊണ്ടുവെക്കുക? ഓൾട്ടോയെ കൊണ്ടുവന്ന് വെക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ വെറുതെ, എനിക്കറിയില്ല, ഞാൻ സ്വിഫ്റ്റ് ഇവിടെ വെച്ചു. സ്വിഫ്റ്റിന്റെ റൈറ്റിൽ ആരെ കൊണ്ടുവെക്കണം? ഓൾട്ടോ കൊണ്ടുവന്ന് വെക്കണം. അപ്പൊ ഓൾട്ടോ ഇവിടെ വെച്ചു. ഇപ്പൊ ഓക്കെ ആയില്ലേ? ഓൾട്ടോ ഈസ് ടു ദ റൈറ്റ് ഓഫ് സ്വിഫ്റ്റ്, ഓൾട്ടോ കിടക്കുന്നത് സ്വിഫ്റ്റിന്റെ റൈറ്റിലാണ്. സംഭവം ഓക്കെ ആയി. ആൻഡ് കൊടുത്തിട്ട് വാഗണർ ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് ക്രെസ്റ്റ. പക്ഷെ ക്രെസ്റ്റയെ കുറിച്ച് നമുക്ക് ഇവിടെ അറിയില്ല. ആ ഒരു സെന്റൻസ് തൽക്കാലത്തേക്ക് നിങ്ങൾ കളയണം. ആൻഡ് റൈറ്റ് ഓഫ് ഓൾട്ടോ, ഓൾട്ടോയുടെ റൈറ്റിലാണ്. വാഗണർ കിടക്കുന്നത് ക്രെസ്റ്റയുടെ ലെഫ്റ്റിലും ഓൾട്ടോയുടെ റൈറ്റിലുമാണ്. ഓൾട്ടോയുടെ റൈറ്റിലാണ് വാഗണർ, ഓൾട്ടോയുടെ റൈറ്റിൽ വാഗണർ. കണ്ടോ? അപ്പൊ അത് ക്ലിയർ ആയി. ഇനി ഒരു കാര്യം, നമ്മൾ കളഞ്ഞ കാര്യം കയറി പിടിക്കുക. വാഗണർ ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് ക്രെസ്റ്റ, വാഗണർ കിടക്കുന്നത് ക്രെസ്റ്റയുടെ ലെഫ്റ്റിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എടാ മക്കളെ, ക്രെസ്റ്റ് ഇവിടെ വന്നെങ്കിലല്ലേ അതിന്റെ ലെഫ്റ്റിലെ വാഗണർ കറക്റ്റ് ആയിട്ടിരിക്കത്തുള്ളൂ. ക്രെസ്റ്റയുടെ ലെഫ്റ്റിൽ വാഗണർ, എല്ലാം ഓക്കെ. അവസാനമായിട്ടൊരു കാര്യം പറയുന്നു, സ്വിഫ്റ്റ് ഈസ് ടു ദ റൈറ്റ് ഓഫ് ഹ്യുണ്ടായി, ഹ്യുണ്ടായിയുടെ റൈറ്റിലാണ് സ്വിഫ്റ്റ്. അപ്പൊ ഹ്യുണ്ടായി ഇവിടെ വന്നെങ്കിലല്ലേ അതിന്റെ റൈറ്റിൽ സ്വിഫ്റ്റ് വരത്തുള്ളൂ. 5 കാറുകളും വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. മക്കളെ, ചോദ്യം ഇതാണ്, നടുക്ക് കിടക്കുന്ന കാർ ഏതെന്ന് ചോദിച്ചാൽ
കണ്ണം പൂട്ടി പറയാം, ഓൾട്ടോ ഈസ് ദ റൈറ്റ് ആൻസർ, ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ റൈറ്റും ലെഫ്റ്റും ലീനിയർ അറേഞ്ച്മെന്റില് ലെഫ്റ്റും റൈറ്റും കണ്ടാൽ നിങ്ങളുടെ കൈ നോക്കിയാൽ മതി. റൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത്, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത്. പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ പരിപാടി. സോ ഇതായിരുന്നു ചോദിച്ച രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം ഒന്നുമില്ല, വീണ്ടും റീസണിങ്. വീണ്ടും നമ്മുടെ മുമ്പിൽ റീസണിങ് ചോദ്യമാണ് വന്നിരിക്കുന്നത്. എ എന്ന് പറഞ്ഞാൽ 1, മക്കളെ ബി എന്ന് പറഞ്ഞാൽ 3, എടാ സി എന്ന് പറഞ്ഞാൽ 5 ആണ്, ഡി എന്ന് പറഞ്ഞാൽ 7. അങ്ങനെ പോവാ. അങ്ങനെയാണെങ്കിൽ ക്യാറ്റ് എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ, അതെങ്ങനെയാണ് കോഡ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. സിമ്പിളാണ്, വലിയ പരിപാടിയൊന്നുമില്ല. എ എന്ന് പറഞ്ഞാൽ 1, ബന്ധം ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങളെ ബി എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ പോട്ടെ, നമുക്കൊന്നും അറിയുന്നില്ല, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, പോട്ടെ കളയെ. എടാ സി എന്ന് പറഞ്ഞാൽ 5, കൊള്ളാമല്ലോ. ഡി എന്ന് പറഞ്ഞാൽ 7. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ആലോചിക്കണം, മനസ്സുകൊണ്ട് ആലോചിക്കണം. എ എന്ന് പറഞ്ഞാൽ 1, ഒന്നാമത്തെ അക്ഷരം തന്നെയാണ് അത്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ബി എന്ന് പറഞ്ഞാൽ 3 ആണ്. ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അക്ഷരമല്ലേ മക്കളെ? രണ്ടാമത്തെ അക്ഷരമല്ലേടാ അത്. 2, 3 ആകണമെങ്കിൽ സ്വാഭാവികമായിട്ട് 1 കൂട്ടിയാൽ പോരെ, മതി. സി എന്ന് പറയുന്നത് 5ാമത്തെ അക്ഷരമാണ്. 5ാമത്തെ ആയിട്ടാണ് അവർ കോഡ് ചെയ്തിരിക്കുന്നത്, പക്ഷെ 3ാമത്തെ അക്ഷരമാണ്. 3, 5 ആകണമെങ്കിൽ സ്വാഭാവികമായിട്ടും 2 കൂട്ടണം എന്ന് മനസ്സിലായി. ഡി എന്ന് പറഞ്ഞാൽ 4ാമത്തെ അക്ഷരമാണ്, അതിൻ്റെ കൂടെ 3 കൂട്ടി. അപ്പൊ ഇവിടുത്തെ ബന്ധം എന്ന് പറയുന്നത് ഇതാണ്ടേ, നമുക്ക് വേണമെങ്കിൽ ഏതാണ്ട് ഇങ്ങനെ ചിന്തിച്ചൂടെ. അതായത് 2ാമത്തെ അക്ഷരം 3 മാറി, 3ാമത്തത് 5 മാറി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവും 2ാമത്തെ അക്ഷരം. അപ്പോൾ 1 × 2, 2ാമത്തെ അക്ഷരമല്ലേ, 1 × 2 എത്ര? 2. ആ 2ന്റെ കൂടെ 1 കൂട്ടി 3. അതേപോലെ മക്കളെ 3ാമത്തെ അക്ഷരമാണ് 5. എടാ 1 × 3 3, 3ന്റെ കൂടെ 2 കൂട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. 5ാമത്തെ അക്ഷരം 7 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതണ്ടേ, ബി എന്ന് പറഞ്ഞാൽ 3ാമത്തെ അക്ഷരം 3 എന്ന് പറഞ്ഞിട്ട് കോഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം 2ാമത്തെ അക്ഷരമാണ്. സോ ഈ 2, 3 ആകണമെങ്കിൽ 1 കൂട്ടിയാൽ പോരെ അല്ലേ? സി എന്ന് പറഞ്ഞാൽ 3ാമത്തെ അക്ഷരമാണ്. എടാ 3, 5 ആകണമെങ്കിൽ 3ന്റെ കൂടെ 2 കൂട്ടിയാൽ മതി. ഡി എന്ന് പറഞ്ഞാൽ 4ാമത്തെ അക്ഷരമാണ്. 4, 7 ആകണമെങ്കിൽ 4ന്റെ കൂടെ 3 കൂട്ടിയാൽ മതി. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ബന്ധം മനസ്സിലായിരിക്കുകയാണ്. എത്രാമത്തെ അക്ഷരമാണോ അതിന് തൊട്ട് മുമ്പത്തെ സംഖ്യ കൂട്ടിയുള്ള കോഡിംഗ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തത് ഇ എന്ന് പറഞ്ഞാല് നമുക്കറിയാം 5ാമത്തെ അക്ഷരമാണെന്ന് അറിയാം. അപ്പോൾ ഇവിടുത്തെ ഈ രീതിയിലുള്ള കോഡിങ് വെച്ചിട്ട് 5ന് തൊട്ട് മുമ്പത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 4 അല്ലേ? അപ്പോൾ 5ഉം 4ഉം കൂടെ കൂട്ടിയാൽ 9 എന്ന് വരും. ഈ രീതിയിലുള്ള കോഡിംഗ് ആണ് ചോദ്യകർത്താവ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ്ടേ, ക്യാറ്റ് കാണുമ്പോഴേ നമുക്കറിയാം സി എന്ന് പറഞ്ഞാൽ 3ാമത്തെ അക്ഷരം, തൊട്ട് മുമ്പത്തെ നമ്പർ 2 ആണ്. 3ന്റെ കൂടെ 2 കൂട്ടിയാൽ 5 എന്ന് വരും. അല്ലെങ്കിൽ തന്നെ സി എന്ന് പറഞ്ഞാൽ 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 5 എന്നങ്ങ് എഴുതി വെച്ചാൽ മതി. എ എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് പറഞ്ഞു, എഴുതി വെച്ചു. ഇപ്പം ഇവിടെ തന്നെ ഇതാണ് കണ്ടോ, 1 കിട്ടിയത് തന്നെ ആ പൊസിഷനും തൊട്ട് മുമ്പത്തെ സംഖ്യ 1നേക്കാൾ തൊട്ട് മുമ്പത്തെ 0 അല്ലേ? 1ന്റെ കൂടെ 0 കൂട്ടിയാൽ സ്വാഭാവികമായിട്ട് 1 അല്ലേ? അപ്പൊ അതുകൊണ്ട് പിന്നെ അത് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 20ാമത്തെ അക്ഷരമാണത്, ടി. എടാ 20ന് തൊട്ട് മുമ്പത്തെ സംഖ്യ എന്ന് പറയുന്നത് 19. അപ്പൊ 20ഉം 19ഉം കൂടെ കൂട്ടിയാൽ 39 എന്ന് വരും. അപ്പോൾ 5, 1, 3, 9 എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു കോഡായിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. 5, 1, 3, 9. അതായത് ഓരോ അക്ഷരങ്ങളും കോഡ് ചെയ്തിരിക്കുന്നത്
അതിൻ്റെ കൃത്യം പൊസിഷൻ വാല്യൂ പ്ലസ് തൊട്ട് മുമ്പത്തെ സംഖ്യ കൂട്ടി അങ്ങ് എടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് ആ ഒരു കോഡിങ് പോയിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ഞാൻ പറയാറുള്ളതാ, വരും. കഴിഞ്ഞ പരീക്ഷയ്ക്കും ചോദിച്ചു. ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരു പ്ലേലിസ്റ്റ് തന്നെ ട്രെയിനിൻ്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിനകത്ത് കിടപ്പുണ്ട് താനും. അപ്പോൾ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കുക. 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ, 4 ടൈപ്പ് ചോദ്യങ്ങളും വൃത്തിയായിട്ട് നിങ്ങളെ പഠിപ്പിച്ചതാണ്. ഇവിടെ നോക്കിയേ, ഒരു ട്രെയിന് 60 km/h സ്പീഡിൽ പോകുന്നു, 90 മിനിറ്റ് കൊണ്ട് മറ്റൊരു ട്രെയിന് മറികടക്കുന്നു, റണ്ണിങ് അറ്റ് സ്പീഡ് ഓഫ് 42 km/h ഇൻ ദ സെയിം ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഒരേ ഡയറക്ഷനിൽ, കണ്ടോ, ഒരേ ദിശയിൽ പോകുന്ന 2 ട്രെയിനുകൾ എന്ന് കേട്ടാൽ മക്കളെ അത് 4ാമത്തെ ടൈപ്പ് ചോദ്യമല്ലടാ. ഒരേ ഡയറക്ഷനിൽ 2 ട്രെയിനുകൾ സഞ്ചരിക്കുന്നു എന്ന് കേട്ടാൽ അത് 4ാമത്തെ ടൈപ്പാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 2 ട്രെയിനുകൾ സഞ്ചരിക്കുന്നു എന്ന് കേട്ടാൽ 3ാമത്തെ ടൈപ്പാണ്. വൃത്തിയായിട്ട് പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇത് 4ാമത്തെ ടൈപ്പാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇക്വേഷൻ നമുക്കറിയാം. S1 - S2 is equal to L1 plus L2 ഡിവൈഡഡ് ബൈ ടൈം ആണ് ഇക്വേഷൻ. 2 ട്രെയിനുകൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഇത് ഇക്വേഷൻ. 2 ട്രെയിനുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് കേട്ടാൽ S1 plus S2 is equal to L1 plus L2 ഡിവൈഡഡ് ബൈ ടൈം ആണെന്ന് ഞാൻ പഠിപ്പിച്ചതാണ്. ഇവിടെ സ്പീഡുകൾ തമ്മിൽ കുറയ്ക്കുക. ഇവിടെ ഒരു 60 km/h, ഇവിടെ ഒരു 42 km/h കുറയ്ക്കുക. 10 അതായത് 0 എന്ന് പറയാൻ 10 ആവും. 10 2 പോയാൽ 8 എന്ന് വരും ആണേ. പിന്നെ അവിടെ 5 ഉള്ളൂ. 5 4 പോയാൽ 1. അതായത് 60 നിന്ന് 42 കുറച്ചാൽ 18 വരും. 18 km/h എന്ന് വരും. km/hനെ m/s മാറ്റണം എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള, കാരണം ട്രെയിനിന്റെ നീളം മീറ്ററിലാണ്. അപ്പോൾ ഉറപ്പിക്കാം, km/h അതിനെ m/s ആക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചു. ഇടതുവശം ക്ലിയർ ആയി. വലതുവശം ട്രെയിനിന്റെ നീളങ്ങൾ തമ്മിൽ കൂട്ടണം. ഇവിടെ ഒരു ട്രെയിനിന്റെ നീളം മാത്രമേ തന്നിട്ടുള്ളൂ. 2ാമത്തെ ട്രെയിനിന്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ചോദ്യം. അപ്പോൾ 1ാമത്തെ ട്രെയിനിന്റെ നീളം 200. 1ാമത്തെ ട്രെയിനിന്റെ നീളം 200 ആണ്. 2ാമത്തെ ട്രെയിനിന്റെ നീളം അറിയില്ല, എഴുതി വെച്ചു L2. സമയം ചോദ്യകർത്താവ് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, സമയം തന്നിട്ടുണ്ട്. സമയം ഒന്ന് നോക്കിക്കേ, 90 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടില്ലേ? സമയം കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. 90 സെക്കൻഡും തന്നിട്ടുണ്ട്. 90 എന്ന് എഴുതി വെച്ചു. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം, സ്പീഡ് km/hനെ പിടിച്ച് m/s മാറ്റിയാൽ നീളങ്ങൾ മീറ്ററിലും സമയം സെക്കൻഡിലും വേണമെന്നുള്ള കാര്യം മറക്കരുത്. നിങ്ങൾ ട്രെയിൻ നന്നായിട്ട് പഠിച്ചിട്ട് പോണേ. ഒരിക്കൽ കൂടി പറയുന്നു, ട്രെയിനിന്റെ കംപ്ലീറ്റ് ചോദ്യങ്ങളും ഈ യൂട്യൂബ് ചാനലിനകത്ത് കൃത്യമായിട്ട് ട്രെയിൻ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു പ്ലേലിസ്റ്റ് തന്നെ തയ്യാറാക്കി അവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ 3 വീഡിയോസ് മുഴുവൻ കണ്ട് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 മുഴുവൻ കണ്ടതിന് ശേഷം മാത്രമേ പരീക്ഷാ ഹാളിലേക്ക് പോകാവൂ. മക്കളെ, ഈ കിടക്കുന്ന 18ഉം ഈ കിടക്കുന്ന 18ഉം കൂടെ കട്ട് ചെയ്തു. ഇനിയൊന്നും വെട്ടാനായിട്ടില്ല, ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി എന്നുള്ള കാര്യം അറിയാം. അപ്പൊ ക്രോസ് ആയിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 200 + L2 is equal to 5ഉം 90ഉം കൂടെ ഗുണിച്ചാൽ, 90നെ 5 കൊണ്ട് ഗുണിച്ചാൽ 9 5 45 450 എന്ന് വരും. 200 + L2 is equal to 450. അവിടുന്ന് L2 കണ്ടുപിടിക്കാൻ 450ൽ നിന്ന് നിങ്ങൾ 200 കുറച്ചാൽ മതി. 450ൽ നിന്ന് 200 കുറയ്ക്കുവാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം 250 മീറ്റർ എന്ന് വരും. ഓപ്ഷൻ എ ആയിരുന്നു അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിപ്പിച്ച് തറവാക്കി വെച്ചിരിക്കുകയാണ് ട്രെയിന്. കാരണം ട്രെയിൻ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. അങ്ങനെ ട്രെയിൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്ടേ, വൈൽ ക്ലൈംബിങ് എ ലൈറ്റ് ഹൗസ്
ഒരു ലൈറ്റ് ഹൗസിലേക്ക് ഒരാൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നു. 180 സ്റ്റെപ്പുകളുണ്ട്. എ മാൻ റെസ്റ്റ്സ് ആഫ്റ്റർ എവരി 30 സ്റ്റെപ്സ് ഫോർ 2 മിനിറ്റ്. 30 പടി കഴിയുമ്പോൾ 2 മിനിറ്റ് റെസ്റ്റ്. അങ്ങനെ 180 പടിയുണ്ട്. അപ്പോൾ ഇതാണ്ടേ, ഇതൊരു 30 പടിയാണ്. നമുക്ക് മൊത്തത്തിൽ അങ്ങനെ ചിന്തിക്കാം, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. കാരണം നമുക്ക് 30 പടിയൊക്കെ വരച്ചിട്ട് ചെയ്യാൻ നടക്കത്തില്ലല്ലോ. അപ്പൊ 30 സ്റ്റെപ്പ് കഴിയുമ്പോഴാണല്ലോ റെസ്റ്റ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് 30 സ്റ്റെപ്പ് താണ്ടേ, ഇതൊരു 30 സ്റ്റെപ്പ് ഉണ്ടെന്ന് കരുത്. അടുത്ത 30 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് കരുതടാ. അടുത്തത് ഇതാണെന്ന് കരുത്. അടുത്തത് ഇതാണെന്ന് കരുത്. 30, 60, 90, 120, 150, താഴെ ഒരു 30 കൂടെ വരച്ച 180 സെറ്റായി. 6 സെറ്റ് വരും. അപ്പോൾ താണ്ടേ, നിങ്ങൾ നോക്കിക്കേ, 30 പടി കഴിയുമ്പോൾ ഇവിടെ ഒരു 2 മിനിറ്റിന്റെ റെസ്റ്റ്. ആ വട്ടം വരച്ചിരിക്കുന്നതാണ് റെസ്റ്റ് ടൈം. ആ വട്ടം വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് ആണ്. അടുത്ത 30 മിനിറ്റ്, അടുത്ത 30 സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഇവിടെ ഒരു റെസ്റ്റ്. വട്ടം വരച്ചിരിക്കുന്നതാണ് 2 മിനിറ്റ് റെസ്റ്റ്. മക്കളെ, അടുത്ത 30 സ്റ്റെപ്പ് കഴിഞ്ഞു, ഇവിടെ ഒരു 2 മിനിറ്റ് റെസ്റ്റ്. വീണ്ടും 30 സ്റ്റെപ്പ് കഴിഞ്ഞു, 2 മിനിറ്റ് റെസ്റ്റ്. വീണ്ടും 30 സ്റ്റെപ്പ് കഴിഞ്ഞു, 2 മിനിറ്റ് റെസ്റ്റ്. വീണ്ടും 30 സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഏറ്റവും മുകളിലെത്തിയാൽ പിന്നെ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 മിനിറ്റ് റെസ്റ്റ്, 2 2 4 2 6 2 8 2 10 മിനിറ്റ് ആണ് മൊത്തത്തിൽ റെസ്റ്റ് എടുക്കുന്നത്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചോണം, ഏറ്റവും മുകളിലത്തെ പടിയിലെത്തിയാൽ പിന്നെ അവിടെ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. 30 സ്റ്റെപ്പ് കഴിയുമ്പോൾ റെസ്റ്റ് എടുക്കുമെന്നാണ് പറഞ്ഞത്. ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 10 മിനിറ്റ് എന്നുള്ള ആൻസറിലേക്ക് നിങ്ങൾ പോകണം. അതായിരുന്നു റൈറ്റ് ആൻസർ. പിന്നെ ജാമിതീയ രൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് അറിയാവുന്നവർ ചെയ്യും. അതാണ്ടേ, ഇതിനകത്തെ ഓഡ് മാൻ ഔട്ട് ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം, ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3D ഫിഗർ ആണ് അല്ലേ. കോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ബർത്ത്ഡേക്ക് തലയിൽ വെക്കുന്ന സാധനമാണ് അല്ലേ. കോൺ ദാണ്ട്, ഇതാണ് കോൺ, കണ്ടോ, ഇതാണ് കോൺ. സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാണ്ടേ, നമ്മൾ വെള്ളം കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലിനെ മനസ്സിൽ ആലോചിച്ചാൽ മതി. അതും ഒരു 3D ഫിഗർ ആണ്. ക്യൂബ് പിന്നെ റുബിക്സ് ക്യൂബിനെ മനസ്സിൽ ആലോചിച്ചാൽ മതി. ദാണ്ടേ, ഒരു ക്യൂബ്. ഇതെല്ലാം ത്രിമാന രൂപങ്ങളാണ്, അല്ലെങ്കിൽ ഘനരൂപങ്ങളാണ്, അതും അല്ലെങ്കിൽ സോളിഡ്സ് ആണ്, അല്ലെങ്കിൽ 3D ഫിഗർ ആണ്. അപ്പൊ ഇതിനകത്തെ വേറിട്ട് നിൽക്കുന്നത് സർക്കിൾ അല്ലേ. സർക്കിൾ എന്ന് പറഞ്ഞ 2D ഫിഗർ ആണ്, ദ്വിമാന രൂപമാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് 2, 3, 5. അടുത്ത സംഖ്യ ഏതാണ്? 17, 33. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് മാത്സിനകത്ത് നല്ലൊരു ചോദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നത് ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഏത് ചാപ്റ്റർ എന്നുള്ള ചോദ്യമായിരുന്നു? അത് നമ്മുടെ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ബാക്കി എല്ലാം റീസണിങ്ങാണ്. ഇതാണ്ടേ, 2 3 ആയിട്ട് മാറി, 3 5 ആയിട്ട് മാറി. 5 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ഏതാണ്? അത് കഴിഞ്ഞാൽ പിന്നെ 17 ആണ്, അത് കഴിഞ്ഞാൽ 33 ആണ്. എടാ, 2 3 ആകണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ അത് 3 എന്ന് പറയുന്നത് 5 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് 3 5 കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വന്ന് കാണും, സാറേ 3 2 ഗുണിച്ചാൽ 6, 1 കുറച്ചാൽ. അപ്പോൾ ഇവിടെ ആദ്യം കിടക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. 2നെ നിങ്ങൾ ഡബിൾ എടുക്കുക. 2ന്റെ ഇരട്ടി 4, 1 കുറച്ചാൽ 3 എന്ന് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡബിൾ എടുക്കുക, 1 കുറയ്ക്കുക, ഡബിൾ എടുക്കുക, 1 കുറയ്ക്കുക, ഡബിൾ എടുക്കുക, 1 കുറയ്ക്കുക. അപ്പോൾ 2ന്റെ ഇരട്ടി എത്ര എന്ന് ചോദിച്ചാൽ 4. 4ൽ നിന്ന് 1 കുറച്ചാൽ 3. എടാ, 3ന്റെ ഇരട്ടി 6. 6ൽ നിന്ന് 1 കുറച്ചാൽ 5. 5ന്റെ ഇരട്ടി 10. 10ൽ നിന്ന് 1 കുറച്ചാൽ 9. എടാ, 9ന്റെ ഇരട്ടി 18. 18ൽ നിന്ന് 1 കുറച്ചാൽ 17. അപ്പൊ ആ കാര്യം കറക്റ്റായി. 17ന്റെ ഇരട്ടി 34. 1 കുറച്ചാൽ 33. ഓക്കെ. അപ്പൊ ഉത്തരം ഓപ്ഷൻ എ റൈറ്റ് ആൻസർ 9 ആയിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം. തൊട്ട് മുമ്പ് കിടക്കുന്ന സംഖ്യ ഡബിൾ എടുക്കുക, 1 കുറയ്ക്കുക. സോ സിമ്പിൾ പരിപാടി. അടുത്തത് വീണ്ടും റീസണിങ് ആണ്. അതായത് ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത്
ഒരാള് 500 മീറ്റർ നോർത്തിലേക്ക് നടന്നു എന്നാണ് പറയുന്നത്. ഒരാള് 500 മീറ്റർ നോർത്തിലേക്ക് നടന്നു. ഇതാണ്ടേ, ഇതാണ് പോയിന്റ്. ഇവിടുന്ന് 500 മീറ്റർ നോർത്തിലേക്ക് നടന്നു എന്നാണ് പറയുന്നത്. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു. അപ്പോഴേ ആലോചിക്കണം, ആദ്യം ഡയറക്ഷൻ അങ്ങ് വരച്ചു വെച്ചു വന്ന നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. നോർത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുത്തൻ ലെഫ്റ്റ് തിരിയുക എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ അടുത്ത മൂവ്മെന്റ് വെസ്റ്റിലേക്കാ. പടിഞ്ഞാറോട്ട് 300, പടിഞ്ഞാറോട്ട് 300 എന്ന് എഴുതി വെച്ചു. ഇപ്പോൾ നോക്കുന്നത് വെസ്റ്റിലേക്കാണ്, പടിഞ്ഞാറോട്ടാണ്. അവിടുന്ന് റൈറ്റ്. വെസ്റ്റിന്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് അല്ല, ക്ലോക്ക് വൈസ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ്. അപ്പോൾ റൈറ്റ് 400 എന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും നാണ്ടേ നോർത്തിലേക്ക് 400. കണ്ടോ, ചോദ്യകർത്താവ് ചോദിക്കുന്നത് ഇൻ വിച്ച് ഡയറക്ഷൻ ഹി വാസ് റണ്ണിങ്. ആദ്യം നോർത്തിലേക്കായിരുന്നു. അവിടുന്ന് ലെഫ്റ്റ് എന്ന് പറഞ്ഞു, ആന്റി ക്ലോക്ക് വൈസ് വെസ്റ്റ്. അടുത്ത മൂവ്മെന്റ് വീണ്ടും റൈറ്റ്, ക്ലോക്ക് വൈസ് നോർത്ത്. അപ്പൊ നോർത്ത് ഡയറക്ഷനിലേക്കാണ് അവൻ ഓടുന്നത്. ഡയറക്ഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഉത്തരം ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നോർത്ത് ഡയറക്ഷൻ ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ദാ പിടിച്ചു. വളരെ സിമ്പിൾ ചോദ്യം. എടാ, 16 20 മാറി, 20 24 24 28 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. 4 വീതം കൂട്ടിയാൽ മതി. 16ന്റെ കൂടെ 4 കൂട്ടിയാൽ 20, 20ന്റെ കൂടെ 4 കൂട്ടിയാൽ 24, 24ന്റെ കൂടെ 4 കൂട്ടിയാൽ 28, 28ന്റെ കൂടെ 4 കൂട്ടിയാൽ 32 ആണ്. 4 വീതം കൂട്ടി പോകുന്ന ഒരു സിമ്പിൾ സീരീസ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോഴും മാത്സിന്റെ ഒരു ചോദ്യമേ ഇതുവരെ വന്നിട്ടുള്ളായിരുന്നു. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെ അവസാനത്തെ ചോദ്യമാണിത്. ഇതോടുകൂടി ഈ ഒരു ചോദ്യ പേപ്പർ അവസാനിക്കുകയാണ്. മാത്സിനകത്ത് നിന്നും ഒരു ചോദ്യം, റീസണിങ്ങിനകത്ത് നിന്നും 9 ചോദ്യങ്ങളുമായിട്ടുള്ള അടിപൊളി ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ 25/1/2026 എഴുതിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. കോൺസ് ആർ ഷേപ്സ് വിത്ത് ആംഗിൾ. വേറൊന്നും ആലോചിക്കരുത്, ഇതൊരു ലോജിക്കൽ റീസണിങ് പ്രോബ്ലം ആണ്. നിങ്ങൾ വേറെ അതിനപ്പുറത്തേക്ക് കടന്ന കയ്യിലേക്ക് ചിന്തിക്കരുത്. എടാ, കോണുകൾ എന്ന് പറഞ്ഞാല് ഷേപ്പുകളാണ് വിത്ത് ആംഗിൾ. ആംഗിൾ ഉള്ള ഷേപ്പുകളെ പറയുന്ന പേരാണ് കോൺ. അത് ചോദ്യകർത്താവ് പറയുന്നതാ, നിങ്ങൾ തർക്കിക്കാനൊന്നും പോരുത്. ലോജിക്കൽ റീസണിങ് പ്രോബ്ലം ആണ്. ചിലപ്പോൾ അല്ലായിരിക്കാം, പക്ഷെ ആണെന്ന് തന്നെ ചിന്തിക്കുക. കോൺ എന്ന് പറഞ്ഞാല് ആംഗിളുകൾ ഉള്ള ഷേപ്പുകളെ പറയുന്ന പേരാണ് കോണ്. അങ്ങനെയാണെങ്കിൽ ദിസ് ഷേപ്പ് ഹാസ് നോ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഈ ഷേപ്പിന് ആംഗിൾ ഇല്ല. therefore ഡാഷ്. അങ്ങനെയാണെങ്കിൽ അതെന്താണെന്നാണ് ചോദ്യം. അപ്പൊ അതാണ്ടേ, ഒൺലി കോൺ ഹാവ് ആംഗിൾ. കോണിന് മാത്രമേ ആംഗിൾ ഉള്ളൂ എന്ന് ചോദ്യകർത്താവ് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴും സ്റ്റേറ്റ്മെന്റിനെ വയലേറ്റ് ചെയ്തു പോകുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. നമ്മളോട് പറയുന്നത് കോണുകൾ എന്ന് പറഞ്ഞാൽ ആംഗിളുകൾ ഉള്ള ഷേപ്പ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിന്റെ അർത്ഥം മറ്റുള്ള ഷേപ്പുകൾക്ക് വേണമെങ്കിൽ ആംഗിൾ വരാം. എപ്പോഴും കോണിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് കോണുകൾക്ക് മാത്രമേ ആംഗിൾ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. ഇനി therefore, അതായത് ദിസ് ഷേപ്പ് ഹാസ് നോ ആംഗിൾ, ആംഗിളുകളില്ല. അതുകൊണ്ട് ഈ ഷേപ്പ് ഒരു സർക്കിൾ ആണ്. ചിലപ്പോൾ ആണ്, നമുക്കറിയാം, ചിലപ്പോൾ ആയിരിക്കാം. പക്ഷേ സർക്കിളിന്റെ കാര്യം അവിടെ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ആ സ്റ്റേറ്റ്മെന്റിനകത്ത് പറയുന്നുണ്ടോ? അത് നിങ്ങളുടെ യുക്തിയല്ലേ. യുക്തി ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. ഇതിനെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണിത്. സത്യത്തിൽ നിങ്ങൾ അത് പഠിക്കുന്നുണ്ട്, ലോജിക്കൽ റീസണിങ്ങിനകത്ത് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ദിസ് ഷേപ്പ് ഈസ് എ സർക്കിൾ എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റത്തില്ല. നമുക്ക് ചിലപ്പോൾ ആകാം, ഉറപ്പ് പറയാൻ പറ്റത്തില്ല. നോ കൺക്ലൂഷൻ ക്യാൻ ബി മെയ്ഡ്. ഇതിനകത്തുനിന്ന് ഒരു കൺക്ലൂഷൻ നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അവസാനമായിട്ട് ഒരെണ്ണം കൂടെ വായിച്ചു നോക്കിയിട്ട് നമുക്ക് ഒപ്പിക്കാം. ദിസ് ഷേപ്പ് ഈസ് നോട്ട് എ കോൺ. അതായത് ഈ ഷേപ്പ് കോൺ അല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കോൺ എന്ന് പറഞ്ഞാല് ആംഗിളുകൾ ഉള്ള ഷേപ്പിനെ പറയുന്ന പേരാണ് കോൺ. അപ്പൊ അത് തിരിച്ചു പറഞ്ഞാൽ ആംഗിളുകൾ ഇല്ലെങ്കിൽ ദിസ് ഷേപ്പ് ഹാസ് നോ ആംഗിൾ. ആംഗിൾ ഇല്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, അത് കോണല്ല.
എടാ കോണിന്റെ പ്രത്യേകത ആംഗിൾ വേണം, വേണ്ടേ? അപ്പൊ ആംഗിൾ ഇല്ലെങ്കിൽ ഉറപ്പിക്കാം ദിസ് ഷേപ്പ് ഈസ് നോട്ട് എ കോൺ എന്ന് കണ്ണം പൂട്ടി നമുക്ക് പറഞ്ഞൂടെ? പറയാം. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഇതുപോലും നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അവിടെ കൃത്യമായിട്ട് ആൻസർ ഉണ്ട്. അതായത് കോണുകൾ എന്ന് പറഞ്ഞാൽ ആംഗിളുകൾ ഉള്ള ഷേപ്പിനെ പറയുന്ന പേരാണ് കോൺ. അപ്പോൾ ഈ ഷേപ്പിന് കോണില്ലെങ്കിൽ അത് ആംഗിൾ അല്ല. അല്ല, കോണില്ലെങ്കിൽ അല്ല, ആംഗിൾ ഇല്ലെന്നാണ് പറയുന്നത്. ആംഗിളുകൾ ഇല്ലെങ്കിൽ അത് കോൺ അല്ലെന്നുള്ള കാര്യം 100% ഉറപ്പല്ലേ? അപ്പോൾ അതാണ് എടുക്കേണ്ടത്. ഓപ്ഷൻ ഡി ആയിരുന്നു റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെ 25-ാം തീയതിയിലെ, അതായത് ഈ ഒരു സ്ലോട്ടിലെ 5ാം ഘട്ട പരീക്ഷ കൂടി നമ്മളിൽ നിന്നും അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മാത്സിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ഒരേ ഒരു ചോദ്യം മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ബാക്കി 9 ചോദ്യങ്ങളും ചോദ്യകർത്താവ് റീസണിങ് പോർഷനകത്തു നിന്നാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ഇത്തരം ചോദ്യപേപ്പർ കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത് കൃത്യമായിട്ട് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യപേപ്പറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ചോദ്യങ്ങളുടെയും എക്സ്പ്ലനേഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, അടുത്തടുത്ത പരീക്ഷകൾ ഉടനെ വരും. സോ പരീക്ഷകൾ അവസാനിക്കുന്നില്ല. പണ്ട് അങ്ങനെ ആയിരുന്നു. CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുന്ന പരീക്ഷകളല്ല CSEB ക്ലർക്ക് ക്യാഷ്യർ. അതായത് ഓരോ ഗ്യാപ്പിന് ശേഷവും വീണ്ടും വീണ്ടും പരീക്ഷകൾ നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പഠനത്തിലെ ജോലി കിട്ടുന്നിടം വരെയും പഠനത്തിലെ ഒരിക്കലും നമുക്ക് ബ്രേക്ക് ഇല്ല. പഠിച്ചുകൊണ്ടേയിരിക്കുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അടുത്ത നോട്ടിഫിക്കേഷൻ വരും, വീണ്ടും അപ്ലൈ ചെയ്യുക, വീണ്ടും പഠിക്കുക, വീണ്ടും പരീക്ഷ എഴുതുക, വീണ്ടും അപ്ലൈ ചെയ്യുക, വീണ്ടും പരീക്ഷ. എന്ന് ജോലി കിട്ടുമോ അന്ന് വരെ നിങ്ങൾ പഠിച്ചു മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്, പഠിച്ചു തുടങ്ങി അത്യാവശ്യം ചെറിയ മാർക്കുകളിലേക്ക് എത്തിപ്പെട്ടുകൊണ്ട് ഇനി എന്താണ് ചെയ്യുന്നത് എന്നറിയാത്ത ഒരുപാട് പേരുണ്ട്. അവസാന ഘട്ട റിവിഷൻ ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഏറ്റവും പുതിയ ബാച്ചുകൾ നമ്മൾ CCയിൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പഠിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് നിങ്ങളെ ഒരു മെൻറ്റർ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യും. ആ മെൻറ്ററിൻ്റെ പ്രത്യേകത, അദ്ദേഹം വിവിധ റാങ്ക് പട്ടികകളിൽ ഉൾപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് കൃത്യമായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം ആ മെൻറ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതനുസരിച്ച് നിങ്ങൾ ഓരോ ദിവസങ്ങളും കൃത്യമായിട്ട് അദ്ദേഹം തരുന്ന നോട്ടുകളും അതേപോലെ PDF അത് നോട്ടുകളും അതേപോലെ ലൈവ് ക്ലാസ്സുകളുടെ ലിങ്കുകളും ഒക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ നടന്നു നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2026 എന്ന് പറയുന്ന വർഷം നിങ്ങളുടെ ആ സ്വപ്ന ജോലി യാഥാർത്ഥ്യമാകിയ ഒരു വർഷമായിട്ട് നിങ്ങളുടെ ജീവിത ചരിത്രം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ നടന്നു നീങ്ങുക. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളത് സേഫായിട്ട് അവിടെ ഇരിപ്പുണ്ട്. പ്രതീക്ഷ കൈവിടാതെ എന്തും ജോലി കിട്ടുമോ അന്ന് വരെയും ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഈ നടന്നു നീങ്ങുമ്പോൾ ഈ പ്രതിസന്ധികൾ എന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ പോലും ആ പ്രതിസന്ധികളിൽ വീണു പോകാതെ വീണ്ടും എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ സ്വപ്ന ജോലിയാണ്. അത് യാഥാർത്ഥ്യമാകുന്നിടം വരെ എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിലും, അതല്ല മാനസിക ബുദ്ധിമുട്ടുകളാണെങ്കിലും, അതല്ല ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും, എന്തൊക്കെയാണെങ്കിലും ഞാൻ ഈ ജോലി നേടുന്നിടം വരെ പഠിക്കുമെന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ നടന്നു നീങ്ങുകയാണെങ്കിൽ 2026, 2027 എന്ന് പറയുന്ന ആ ഒരു സ്വപ്നസുന്ദര ആ ഒരു കാലഘട്ടം ഒരിക്കലും ജീവിതത്തിലെ മറക്കാനാകാത്ത ഒരു കാലഘട്ടമായിട്ട് ചരിത്രം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടി ഊർജ്ജസ്വലമാക്കുക എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ അടുത്ത ഘട്ട ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. സോ ടേക്ക് കെയർ, ബൈ.